Good evening, all friends. Good evening. Good evening. Hi, good evening. Good evening, ma'am. Good, e- Good evening, ma'am. Evening. Evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, mom. Evening. Evening, Lakshmi, Priya, Prati, Krishnan. ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? Yes, ma'am. Okay, ma'am. Okay, ma'am. Start with prayer. Okay. ഞാൻ പ്രയർ ചെല്ലട്ടെ. Okay. God is smiling upon you. God lead us from good ideas to good thoughts. God lead us from good thoughts to good words. God lead us from good words to good behavior. God lead us from good behavior to good character. God lead us from good character to good life. God has smiled upon me. Okay. Okay. അപ്പൊ നമ്മൾ ഏത് ചാപ്റ്റർ ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? Child welfare. നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതുവരെ ലക്ഷ്മി എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്? ചൈൽഡ് വെൽഫെയർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? Responsibilities of home. ഓക്കെ. പിന്നെ ഫാമിലി ചൈൽഡ് വെൽഫെയറിൽ ഫാമിലിയുടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദെൻ പിന്നെ ചൈൽഡ് വെൽഫെയർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഹൗ ക്യാൻ വി ടേക്ക് കെയർ ഓഫ് ചിൽഡ്രൻ എന്നുള്ള ടോപ്പിക്കും. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? നിവേദ്യ, എന്തൊക്കെയായിരുന്നു റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം? നിവേദ്യ or anybody? Ma'am, table manners would be toilet manners, washing hands, Okay, doing their nails, regular bath, comb your hair, drink boiled water. Okay. Okay. എല്ലാവർക്കും ഓക്കെ അല്ലേ ഇത്? Yes, ma'am. Okay, ma'am. Yes, ma'am. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്തോ? പ്രിയ എന്താ പറഞ്ഞേ? Yes, okay. Good evening, ma'am.
ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ദ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്നുള്ള ടോപ്പിക് ആണ്. ഓക്കെ, കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്താണ്? കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ മാം ക്ലിയർ ആയില്ല. ക്ലിയർ ആവുന്നില്ലേ? പറയുന്നത് കേൾക്കുന്നില്ലേ? മാം കേൾക്കുന്നുണ്ട്. Okay. അപ്പൊ എന്താണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ? വേർഡ് ഒന്നുകൂടി പറയൂ, ക്ലിയർ ആയില്ല. കോമ്പൻസേറ്ററി എന്നാണോ? അതെ, കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഡിപ്രസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പൊ ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായ കുട്ടികൾക്ക് അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് എന്താ രമ്യ? സ്പെല്ലിംഗ് ഒന്ന് പറയോ മാം? COMPENTORY. ഓക്കെ, താങ്ക് യു മാം. Okay. 1 second. റിജോ സെക്കൻഡ് പേജ്. റിജോ മാം ക്ലിയർ ആവുന്നില്ല കേട്ടോ. ക്ലിയർ ആകുന്നില്ലേ? ഒന്നുകൂടി പറയുമോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ ഓക്കെ, ഇപ്പൊ കാണാം. മാം ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയറാ മാം. മാം ഓക്കെ, അപ്പൊ എന്താണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ? ഓക്കെ, ക്ലിയർ ആണ്. ഫിസിക്കലി അല്ലെങ്കിൽ സൊസൈറ്റിയായിട്ട് ഡിപ്രസ് ആയിട്ടുള്ള പിള്ളേരെ അവർക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുത്ത് അവരുടെ എഡ്യൂക്കേഷൻ ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ. അതെ. അതായത് ഡിപ്രസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ടോ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ട എഡ്യൂക്കേഷണൽ അവസരങ്ങൾ, മെച്ചപ്പെട്ട അവസരങ്ങൾ നൽകിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഇതാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ് മാം. പ്രീ സ്കൂൾ മുതലാണ് ഇത് സ്റ്റാർട്ട്. എങ്ങനെയുള്ള കുട്ടികൾക്കാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ നൽകേണ്ടത്? കുഞ്ഞു കുട്ടികൾ, പ്രീ സ്കൂൾ ലെവലുള്ള കാഴ്ച പരിമിതിയുള്ളവർക്ക്, കേൾവി കുറവ്, എന്താ പറയുന്നത്? ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്. ഓക്കെ, കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക്. ദെൻ പിന്നെന്താ പറയുന്നത്? കേൾവി പരിമിതിയുള്ളവർക്ക്, ഹിയറിംഗ് ഇമ്പയർമെന്റ്. ദെൻ ഓട്ടിസം ഒക്കെ ബാധിച്ച ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക്. ഓട്ടിസം ഒക്കെ ബാധിച്ച കുട്ടികൾ, ഓട്ടിസം ഒക്കെ ബാധിച്ച കുട്ടികളില്ലേ മാം? ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആ പോയിന്റ് ഡിസ്കസ് ചെയ്യാം. എന്താണ് ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാല്? കാഴ്ച വൈകല്യമുള്ള കുട്ടികൾ അല്ലേ? അപ്പൊ എങ്ങനെയൊക്കെ കുട്ടിക്ക് കാഴ്ച വൈകല്യം സംഭവിക്കാം? ബൈ ബർത്തിലൂടെ ആകാം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ സംഭവിക്കാം? യൂസ് ചെയ്യുന്ന ടൈം കൂടിയാലും പിന്നെ പല പല അസുഖങ്ങളും അസുഖങ്ങളിലൂടെ സംഭവിക്കാം, പിന്നെ സംഭവിക്കാം. ആക്സിഡന്റ്, ദെൻ ഡിസീസ്, പലതരം രോഗങ്ങളിലൂടെ സംഭവിക്കാം. പിന്നെ അവരുടെ കണ്ണിന്റെ എന്തെങ്കിലും വീക്ക്നെസ് വന്നിട്ട് അങ്ങനെ സംഭവിക്കാം. പാരമ്പര്യം. എനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ടിന്റെ റിലേറ്റീവ് ആയ ഒരു കുട്ടി, ആ കുട്ടിയുടെ കണ്ണിന് ജന്മന കാഴ്ചശക്തി ഉണ്ടായിരുന്നു. പക്ഷെ കണ്ണിന്റെ ഞരമ്പിന് എന്തോ വീക്ക്നെസ് വന്നിട്ട് കാഴ്ചശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പിന്നെ അങ്ങനെ അറിയാം, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൂടെ അല്ലെങ്കിൽ കെമിക്കൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും പോയിസൺ ഒക്കെയുള്ള കോണ്ടാക്റ്റിലൂടെ കണ്ണിന് ബ്ലൈൻഡ്നെസ് വരാം. ഓക്കെ, അല്ലെങ്കിൽ വിഷ്വൽ ഇമ്പയർമെന്റ് സംഭവിക്കാം. അപ്പൊ എങ്ങനെയൊക്കെയാണ് വിഷ്വൽ ഇമ്പയർമെന്റ് സംഭവിക്കുന്നത്? ബൈ ബർത്തിലൂടെ സംഭവിക്കാം, Accident, disease, and chemical matters such as poison. കെമിക്കൽസുമായിട്ടുള്ള കോണ്ടാക്റ്റിലൂടെ സംഭവിക്കാം, ഡിസീസസിലൂടെ സംഭവിക്കാം. ഓക്കെ, അല്ലേ? അപ്പൊ ഇതിൽ കുറച്ച് ഡിസീസ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്മോൾ പോക്സ്, മെനിഞ്ചൈറ്റിസ്,
trachoma, scarlet fever, burns. Okay. മാം ഈ സ്മോൾ പോക്സ് എന്താണ്? ക്ലിയർ ആകുന്നില്ല. ഓക്കെ, എല്ലാവർക്കും ആണോ? എല്ലാവർക്കും ഉണ്ടോ ഇഷ്യൂ? എന്റെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല. നെറ്റ് ഇഷ്യൂ ഉണ്ടോ? അറിയാൻ പറ്റുന്നില്ല. ക്ലിയർ അല്ല എന്ന് മെസ്സേജ് വരുന്നുണ്ട്. ഇടയ്ക്ക് വോയിസ് സ്റ്റക്ക് ആവുന്നുണ്ട് മാം. സ്റ്റക്ക് ആവുന്നുണ്ടോ? എനിക്ക് പ്രശ്നമില്ല മാം. എനിക്ക് കുഴപ്പമില്ല സ്ഥലത്തും മഴയല്ലേ, അതുകൊണ്ടാ. അവിടെ മഴയുണ്ടോ അവിടെ? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാമോ മാം? പറയാം. എല്ലാവർക്കും ക്ലിയർ ആകുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. മഴയുള്ളതുകൊണ്ടാണോ? ഇടക്കുള്ളൂ മാം സ്റ്റക്ക് ആവുന്ന പോലെ. ചിലപ്പല്ലേ. ചിലപ്പോ റേഞ്ച് ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്ക് ടു ദി ലെസൺ. ഓക്കെ, ചിൽഡ്രൻ വിത്ത് വിഷ്വൽ എംപയർമെന്റ്. ഓക്കെ, എന്താണ് ചിൽഡ്രൻ വിത്ത് വിഷ്വൽ എംപയർമെന്റ് എന്ന് പറഞ്ഞാല്? കാഴ്ച വൈകല്യമുള്ള കുട്ടികൾ അല്ലേ? അപ്പൊ എങ്ങനെയൊക്കെയാണ് കാഴ്ച വൈകല്യം സംഭവിക്കുന്നത്? ബർത്ത്, ആക്സിഡന്റ്, മഴയുള്ളിടത്താണ് നെറ്റ് ഇഷ്യൂ ഉള്ളത്. കെമിക്കൽ പോയിസൺ ആയിട്ട് സംഭവിക്കാം. ആക്സിഡന്റ്, എന്താണ്? കെമിക്കലുമായുള്ള കോണ്ടാക്ടിലൂടെ സംഭവിക്കാം. ഡിസീസിലൂടെ സംഭവിക്കാം അല്ലെ? പലതരം രോഗങ്ങളിലൂടെ സംഭവിക്കാം. ഓക്കെ അല്ലേ? ഇപ്പോ ബേൺസിലൂടെ സംഭവിക്കാം. എന്തോ പൊള്ളലേൽക്കുമ്പോ ക്ലിയർ ആയില്ലായിരുന്നു. പൊള്ളലേൽക്കുമ്പോ അനുഭവിക്കാന്ന് പറയുന്നത്. ആക്സിഡന്റിൽ പെടുന്നു. ഇത്രയും പോയിന്റ് ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻസ് റിക്വയർഡ് ആണ്. ഓക്കെ, അവരുടെ ഹാർഡ്നെസ്, അതിന്റെ ആ വിഷ്വൽ ഇമ്പയർമെന്റിന്റെ ഹാർഡ്നെസ് അനുസരിച്ചാണ് ഓക്കെ നമ്മൾ ഈ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എല്ലാ കുട്ടികൾക്കും അവരുടെ ഇന്റൻസിറ്റി ഒരേപോലെ ആയിരിക്കുമോ? നമ്മുടെ വിഷ്വൽ ഇമ്പയർമെന്റിന്റെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കാം അല്ലേ? എല്ലാവർക്കും ഒരേ പ്രോബ്ലം തന്നെ ആയിരിക്കോ വിഷ്വൽ ഇമ്പയർമെന്റിനുള്ളത്? ഒരേ റീസൺ തന്നെ ആയിരിക്കോ? അല്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഏതൊക്കെ ആക്ടിവിറ്റീസിലൂടെ അവർക്ക് നമുക്ക് എഡ്യൂക്കേഷനിലൂടെ അവർക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും? ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് നൽകുന്നത് സാധാരണയായിട്ട്? നിങ്ങളിപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകാം. എന്തൊക്കെയായിരിക്കാം? ബ്രെയിൻ ലിപി അതെ, ബ്രെയിൻ ലെറ്റേഴ്സ് യൂസ് ചെയ്താണ് അവര് റീഡ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് മാം, ഞാൻ PG പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി, കണ്ണ് കാണാത്ത ഒരു കുട്ടി പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ഞരമ്പിന് ഇങ്ങനെ വീക്ക്നെസ് വന്നിട്ടാണ് ഇങ്ങനെയായി പോയത്. അതായത് ജന്മന ഉണ്ട്, ബൈ ബർത്ത് ഉണ്ട് ആ കുട്ടിക്ക്. അപ്പോൾ ബ്രെയിൻ ലിപി ചെറുപ്പം തൊട്ട് ബ്രെയിൻ ലിപി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ആ കുട്ടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. PG കഴിഞ്ഞു, പിന്നെ B.Ed കഴിഞ്ഞു, M.Ed എടുത്തു, സെറ്റ് എഴുതി, ഇപ്പം നെറ്റിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനാണ് ആളുടെ ഫ്രണ്ടായിട്ട് ഒപ്പം കൊണ്ട് നടക്കാറ്. അപ്പം എല്ലാ കാര്യത്തിനും നമ്മളോട് എല്ലാം ഷെയർ ചെയ്യും. നല്ലൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ടേ അങ്ങനെ പഠിച്ചു വന്നിട്ട് ആളുടെ അമ്മയും അച്ഛനൊക്കെ ടീച്ചേഴ്സ് ആയിരുന്നു. ആൾക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ടീച്ചർ ആവണമെന്ന്. ഇപ്പം ടീച്ചറായിട്ട് കിടക്കുകയാണ്. അവരുടെ വീട് ചിറ്റാറ്റുകരയാണ്, ഗുരുവായൂർ ഭാഗത്താണ്. അപ്പോൾ മാം ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നത് തോന്നി. ഓക്കെ മാം. മാം, ഈ കണ്ണ് കാണാത്ത ആൾക്കാര് ഇത്തരം ബുക്ക് യൂസ് ചെയ്യില്ലേ? ഇങ്ങനെ ഡോട്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കൈകൊണ്ട് ടച്ച് ചെയ്തിട്ടുള്ള ഒരു ബുക്ക്, അതിന് എന്തെന്നാ പറയാ? അതെ. അല്ല, അതിന് എന്തെന്നാ പറയാന്ന് എനിക്ക് അതിന്റെ നെയിം അറിയില്ല, അതാ ചോദിച്ചത്. അത് നമ്മൾ ബ്രെയിൻ ലിപി എന്നാ പറയുന്നത്. ബ്രെയിൻ ലിപി ആ ഡോട്ട്സ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട്
അത് ഉപയോഗിച്ചിട്ടാണ് ആ കുട്ടി പഠിച്ചിരുന്നത്. എക്സാം എഴുതുമ്പോൾ സീനിയേഴ്സ് ആരെങ്കിലും വെക്കും, എന്നിട്ടാണ് എക്സാം എഴുതുക. കുട്ടി പറഞ്ഞു കൊടുക്കും, അപ്പോൾ എക്സാമിന് അവരായിരിക്കും എഴുതി കൊടുക്കുക, എല്ലാം പറയും. പിന്നെ ആ കുട്ടിക്ക് റാങ്ക് ഹോൾഡർ ആയിരുന്നു, ഞങ്ങളുടെ PGക്ക് റാങ്ക് ഹോൾഡർ ആയിരുന്നു ആ കുട്ടി, ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഒക്കെ ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ കോളേജ്? എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാനാണ് എന്താ പറയാ, ബാത്റൂമിൽ പോകുമ്പോഴും എല്ലായിടത്തും സ്റ്റെപ്പ് ഇറങ്ങാനും ഒക്കെ ഞാനൊപ്പം കൊണ്ടുപോവാറുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങള് ഞാൻ ഡിഗ്രിക്ക് അവിടെ പഠിച്ചു കൊടുത്തു. അപ്പൊ ഈ കുട്ടി ആദ്യമായിട്ടാണ് PGക്ക് അവിടെ വന്ന് ചേർന്നത്. അപ്പൊ അവിടുത്തെ രീതികളും കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളോട് ഇങ്ങനെ ഒരു കുട്ടി വരുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ കോളേജായിട്ട് അറിയാലോ, 3 വർഷം പഠിച്ചിട്ടല്ലേ പിന്നെ PGക്ക് അവിടെ ചേരണേ. അപ്പൊ ഞാനിപ്പം നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറ്. അപ്പൊ നല്ലൊരു കുട്ടിയായിരുന്നു. അപ്പൊ ഇപ്പൊ നല്ല ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നെറ്റിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള്. അപ്പൊ നമ്മുടെ ഈ നോട്ട്സ് ഒക്കെ അവർക്ക് ബ്രെയിൽ ലിപിയിൽ അവൈലബിൾ ആണോ? എല്ലാ നോട്ട്സും, അതായത് എല്ലാ പ്രിന്റഡ് നോട്ട്സും നമ്മൾ ഫോട്ടോ കോപ്പിക്ക് എടുത്ത് കൊടുക്കും. അപ്പൊ ആളുടെ അമ്മ അത് വായിച്ചു കൊടുക്കും, എല്ലാം വായിച്ചു കൊടുക്കും. പിന്നെ ഇവർക്ക് പ്രത്യേക കഴിവുകൾ ഉണ്ടാവൂല്ലോ, അപ്പൊ ആ കുട്ടിക്ക് ഒരു വട്ടം കേട്ടാൽ മതി, അത് മെമ്മറിയിൽ തന്നെ ക്യാച്ച് ചെയ്ത് വെക്കുക ആള്. അപ്പൊ എല്ലാ ഇതും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഞങ്ങൾ കൊടുക്കും. അപ്പൊ അമ്മ അത് ഒഴിവുള്ളപ്പോ അമ്മ ഫ്രീ ആവുന്ന സമയത്ത് അതെല്ലാം വായിച്ചു കൊടുക്കും. ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാൽ ആളപ്പൊ ക്യാച്ച് ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് എന്ത് പറഞ്ഞു കൊടുത്താലും അപ്പൊ തന്നെ മനസ്സിലാക്കി വെക്കും ആള്. അപ്പൊ അങ്ങനെ ചെറുപ്പം തൊട്ടേ അങ്ങനെ എന്താ പറയാ, എല്ലാം ക്യാച്ച് ചെയ്യാനും അവർക്കൊരു പ്രത്യേക കഴിവായിരിക്കും എല്ലാത്തിനും. കുട്ടികൾക്ക് കാഴ്ച, കണ്ണ് കാണാൻ കഴിയില്ലെങ്കിലും അതിനേക്കാളും കൂടുതൽ കഴിവ് അവർക്ക് ഉണ്ടായിരിക്കും അല്ലെ, മറ്റുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരിക്കും. അതെ അതെ, അങ്ങനെ നല്ലൊരു കഴിവുള്ള കുട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ എന്തോ മാം ക്ലാസ്സിൽ ഇതേ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് പറയണമെന്ന് തോന്നി ആളെ കുറിച്ച്. ഓക്കെ രമ്യ, ഷെയർ ചെയ്തതിന് താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? യെസ് മാം. അപ്പൊ നമുക്ക് നെക്സ്റ്റിലോട്ട് പോയാലോ, നെക്സ്റ്റ് പോയിന്റിലോട്ട് പോയാലോ? യെസ് മാം. നേരത്തെ ആരോ എന്തൊരു ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയത് വായിക്കാനായിട്ട്. ആരായിരുന്നു അത്? സ്മോൾ പോക്സ് പറഞ്ഞെന്താ മാം? ഓക്കെ. ഡിസീസസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, സ്മോൾ പോക്സ്, മെനിഞ്ചൈറ്റിസ്, ട്രക്കോമ, സ്കാർലറ്റ് ഫീവർ, ബേൺസ്. ഓക്കെ, അപ്പൊ എന്താണ് സ്മോൾ പോക്സ്? ചിക്കൻ ബോക്സിനെ വസൂരി. പക്ഷെ ഇപ്പൊ ഉണ്ടോ അത്? ഇപ്പൊ ഇല്ലല്ലോ, വസൂരി അല്ലേ മാം? അതെ, ഇല്ല നമ്മൾക്ക് അല്ലേ. അപ്പൊ ഇതൊക്കെ കാരണം മെനിഞ്ചൈറ്റിസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, മെനിഞ്ചൈറ്റിസ്. അപ്പൊ ഇത്തരത്തിലുള്ള രോഗങ്ങൾ, സ്കാർലറ്റ് ഫീവർ, ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, നമ്മുടെ ബോഡി മൊത്തം റാഷസ് വരുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള രോഗങ്ങളിലൂടെയും വിഷ്വൽ ഇമ്പയർമെന്റ് സംഭവിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളുടെ പാരന്റ്സ് അവർക്ക് എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് കൊടുക്കണം കുട്ടികൾക്ക് അല്ലേ? എന്താ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കുട്ടികളുടെ പാരന്റ്സ്? പ്രോപ്പർ ഐ ചെക്കപ്പ് ഇന്റർവെൽസ് കൊടുക്കണം. ഗൈഡൻസ് കൊടുക്കണം അല്ലേ? ഹൗ ടു കീപ് ദെയർ ഐസ് ഹെൽത്തി. ദെൻ പിന്നെന്താണ്, സ്കൂളില് പ്രോപ്പർ ചെക്കപ്പ് ഡോക്ടേഴ്സിനെ കൊണ്ടിട്ട് അവർക്ക് അത് ചെയ്യാം. റെഗുലർ ചെക്കപ്പ് നടത്തണം. ഇല്ല, കറികളൊക്കെ നന്നായി കഴിക്കുക. നമുക്കറിയാം, നമ്മൾ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കണം എന്ന് പറയും അല്ലേ? ഇപ്പൊ ബൈ ബർത്തിലൂടെ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കണം എന്ന് പറയും. ഇപ്പൊ ഏതൊക്കെയാണ് വൈറ്റമിൻസ് ഒക്കെ ഓർമ്മയുണ്ടോ? നിങ്ങൾ പഠിച്ചതല്ലേ വൈറ്റമിൻസ്? പഠിച്ചതായിരുന്നോ? വൈറ്റമിൻ എ, ഇലക്കറികൾ, ലീഫി വെജിറ്റബിൾസ്. ഓക്കെ, ഇലക്കറികൾ, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം എന്ന് പറയും അല്ലേ? ആരോഗ്യം എന്തോ ക്യാരറ്റ്. ക്യാരറ്റ് കഴിക്കണം പറയും.
ക്യാരറ്റിലുള്ള വൈറ്റമിൻ ഏതാ? നമുക്ക് ഈ കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ക്യാരറ്റ്, ബട്ടർ, സ്വീറ്റ് പൊട്ടാറ്റോ. ആ പോയിന്റ് ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റ് എന്താണ്? ഓക്കെ, ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്. ഓക്കെ, ശ്രവണ വൈകല്യം അല്ലെ, കേൾവിക്കുറവ് അല്ലെങ്കിൽ ശ്രവണ വൈകല്യമുള്ള കുട്ടികളുണ്ട്. അവർക്ക് എങ്ങനെയാണ് നമ്മൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ അത്തരത്തിലുള്ള കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോറി ക്ലിയർ ആയില്ലായിരുന്നു. ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യണം. ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെയും ഇന്റൻസിറ്റി വ്യത്യസ്തമായിരിക്കാം. ഒരേ റീസൺ തന്നെ ആയിരിക്കില്ല ഈ ഹിയറിംഗ് ഇമ്പയർമെന്റ് വന്നതിന് കാരണം, അല്ലെ? പലതരം റീസൺസ് ഉണ്ടാവാം. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റും ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ഇന്റൻസിറ്റി. ഓക്കെ, അവരുടെ ആ ഇന്റൻസിറ്റി അതിന്റെ വ്യത്യാസപ്പെട്ടിരിക്കാം. ഓരോ റീസൺ ഫ്രീക്വൻസി ചെക്ക് ചെയ്യണം അവരുടെ ഇയറിന്റെ. അതെ അതെ, നമ്മൾ ജനിക്കുന്ന കുട്ടികൾക്ക് ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ? എന്റെ മോൾക്ക് ഇപ്പോ നമ്മള് ഹോസ്പിറ്റലിൽ വെച്ച് ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ? കുട്ടികളുടെ കണ്ണിന്റെയും ചെയ്യാറ്. മാം, എന്റെ മോൾക്ക് ചെറുതായിരിക്കുന്ന സമയത്ത് ഒരു 1.5 വയസ്സായപ്പോ ചെവിയിൽ ചെപ്പി എടുക്കുമല്ലോ, ബെഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞ പെട്ടെന്ന് ബ്ലഡ് ഒക്കെ വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ കുഴപ്പമൊന്നുമില്ല, കോർണിയം തട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് വിട്ടു. ഇപ്പോ ഈ 6 വയസ്സൊക്കെ ആയി. ഇപ്പോഴവൾക്ക് ചെറിയൊരു കേൾവി കുറവുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോ ചെവി തന്നെയാണ് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം വന്നത് ജലദോഷമാണ്. ജലദോഷം കാരണമാണെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇനിയിപ്പോ നാളെ പോയി നോക്കാൻ നിൽക്കുകയാണ്. എന്താണെന്നൊന്നും അറിയില്ല. ഒരു ചെവിക്ക് ചെറിയൊരു കേൾവി കുറവുണ്ട്. അപ്പൊ അവള് പറയണത് ഒരു ചെവിയില് വല്ലാണ്ട് കേൾക്കാണ്, ഒരു ചെവി പതുക്കെ കേൾക്കണുള്ളൂ. ചെറിയൊരു ഇങ്ങനെ നമ്മള് നെറ്റിയിൽ അവള് തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ ഒരു ചെവിയില് നല്ല സൗണ്ട് ആയിട്ട് കേൾക്കുക, മറ്റു ചെവിയില് കേൾക്കണില്ല. അങ്ങനെയൊക്കെ പറയുന്നത്. അവര് നന്നായിട്ട് ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നല്ലൊരു ഡോക്ടറെ അടുത്ത് പോണം. അപ്പൊ കാണിച്ചതൊരു പ്രോപ്പറായിട്ട് നല്ലൊരു ഡോക്ടർ അല്ലാന്ന് തോന്നി. ശരിക്കും അവര് പറയുന്നത് ഒരു ENT കാണിച്ചാൽ മതി. നല്ല ENT കാണിക്കുക. ENT കാണിച്ചത് ഇപ്പൊ അവര് ചെവിയിൽ ഉറ്റിക്കാണ് ഒരു മരുന്നൊക്കെ തന്നു. പക്ഷെ അതോട്ടൊന്നും അവർക്കൊരു എന്തോ ഒരു ഇതായിട്ടില്ല. നല്ലൊരു എവിടെയാ സ്ഥലം? കരിങ്കൽത്താണിയാണ്. ഇനി പെരിന്തൽമണ്ണ അസെന്റ് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ട്, ENTയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള. പിന്നെ നാളെ അവിടെ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. മോൾക്ക് എത്ര വയസ്സായി? 6 വയസ്സ്. വേഗം നല്ല പ്രോപ്പർ ചെക്കപ്പ് കേട്ടോ. ഓക്കെ, മാം, ഞാൻ എൻ്റെ മോൾക്ക് ഇതുപോലെ കൊണ്ടുപോയിരുന്നു ഡോക്ടർക്ക്. അവൾക്ക് ചെവി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ശ്രദ്ധിക്കില്ല. അപ്പോ ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പോ ഞാന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു ചെവിയില് നല്ലോണം ഈ അഴുക്ക് കൂടിയിട്ടുണ്ട്. അത് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ഒരു മരുന്ന് തന്നു. പിന്നെ അത് ക്ലീനിങ് ചെയ്യാൻ 1 വീക്ക് കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ക്ലീൻ ചെയ്ത് അന്ന് ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പം മോള് പറയായിരുന്നു ഭയങ്കര സൗണ്ടാണ് ഇപ്പൊ അമ്മ പതുക്കെ സംസാരിക്കുന്നത്. അതിന് മുന്നേ ഞാൻ എത്ര ഒച്ചയെ പറഞ്ഞാലും അവൾക്ക് കേൾക്കില്ല. ഈ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോ പറയാം അമ്മ പതുക്കെ പറയും, എന്റെ ചെവി ഇപ്പൊ നല്ല ക്ലിയർ ആണ്. ഇപ്പൊ ഓക്കെ ആയി. അങ്ങനെ ഒരു കാരണം പറയുന്നുണ്ട്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാല് അങ്ങനെ ഒരു പ്രശ്നം ഞാനും കേട്ടു. നാത്തൂന്റെ മോൾക്ക് ഇതേപോലെ, അവള് ഒരു 11th പഠിക്കണേ. അവൾക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം സൗണ്ട് കൂടുതലായിട്ട് കേൾക്കണം എന്നുള്ള പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ചെപ്പി ഒക്കെ ഉണ്ടായിട്ട് അത് ക്ലീൻ ചെയ്ത് കളഞ്ഞപ്പോഴാണ് കൂടുതൽ കേൾക്കുക. അതിന്റെ മുന്നേ കേൾക്കണില്ല എന്നുള്ള പ്രശ്നമായിരുന്നു. അത് കൂടുതൽ കേൾക്കുന്നതല്ല, ക്ലീൻ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവര് സൂപ്പറാണ് നേരത്തെ മിസ്സേ. കേൾക്കാണ്ട് ശീലായിട്ട് നമ്മൾ അതേ സൗണ്ടിൽ പറയുമ്പോൾ അവർക്ക് കൂടുതൽ സൗണ്ട് ആയിട്ട് ഫീൽ ചെയ്യണതാ. അത് പിന്നെ പതുക്കെ പറയാൻ അവരുടെ പറയും. നമ്മൾ അവരുടെ അടുത്ത് എഡ്യൂക്കേഷൻ ഒച്ചത്തിൽ നന്നായിട്ട് പറഞ്ഞ് അഫക്ട് അവർക്കത് ചെയ്യുന്നല്ലേ? ശീലമായി. ചില ക്ലാസ്സിലെ മിസ്സൊക്കെ പറയാറുണ്ട് കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പഠിത്തത്തിൽ അല്ലേ? ചിലപ്പോ ഇങ്ങനത്തെ ഉള്ള റീസൺസ് കാരണമായിരിക്കാം അല്ലേ? ചെറിയ കുട്ടികൾക്ക് ഇത് അറിയാൻ അതെ മാം. കഴിയില്ലല്ലോ. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് മിസ്സേ. നമുക്ക് എനിക്ക് കർണപടത്തിന്റെ പിന്നിലൊരു ദ്വാരം ഉള്ളതാ. പലതവണ പല ഡോക്ടറെ കണ്ടയാ, എന്നിട്ട് ഒരു രക്ഷയുണ്ടായില്ല. ചെല്ലുമ്പോ തന്നെ ക്ലീൻ ചെയ്യാ തിരിച്ചു വിടുക. റോഡേലൊക്കെ കൂടെ പോകുമ്പോ ക്ലീൻ ചെയ്ത് തിരിച്ചു വരുമ്പോ റോഡേ കൂടെ ഒക്കെ വരുമല്ലോ, വണ്ടിയുടെ സൗണ്ടൊക്കെ ചെവിയുടെ ഉള്ളിൽ കൂടെ പോണ മാതിരിയാ. ഇപ്പൊ എന്നിട്ട് വേറെ ഡോക്ടറെ കാണാം. കർണപടത്തിന് പുറകിലൊരു ദ്വാരം ഉണ്ട്, അത് എനിക്കില്ല. അത് എന്നിട്ട് ഒരു ഡോക്ടർ പറഞ്ഞ് ഓപ്പറേറ്റ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഡോക്ടർ പറഞ്ഞു വേണ്ട, അത് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന, അപ്പൊ അറിഞ്ഞില്ല ആരും. ഇപ്പൊ എനിക്ക് ഇത്ര 20 വയസ്സായല്ലോ, അപ്പോഴേക്കും അത് കുഴപ്പമില്ല, മാറും. ഈ മഴകളുള്ള ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കണം, പിന്നെ ഈ ബോക്സിന്റെ താഴെയൊന്നും പോയി നിൽക്കല്ലെന്ന് പറഞ്ഞു. പിന്നെ മരുന്നും ഉണ്ട്, അതും കഴിക്കാൻ പ്രോപ്പറായിട്ട് മാറുമെന്നാ പറയണേ. ഇനി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ്. എന്റെ ദൈവമേ, ചെവിയുടെ അടുത്തൂടെ പോണ എന്ത് നമ്മുടെ ഉള്ളിൽ കയറണ മാതിരിയാ, തറഞ്ഞു കയറണ മാതിരി. എന്റെ സ്ഥിരം ക്ലീൻ ചെയ്യണേ. അവസാനമായിട്ട് ചേച്ചി പറഞ്ഞ് അങ്ങനെ ക്ലീൻ ചെയ്യാൻ പാടില്ല എപ്പോഴും, അത് ഈ ചെവിയുടെ ഉള്ളിലേക്കുന്ന സാധനം കേടാന്ന് പറഞ്ഞ എപ്പോഴും ഇടണം. അങ്ങനെ പിന്നെ ഒരു മരുന്ന് വെച്ച് ഒരു ദിവസം അടച്ചു വെച്ച്, അപ്പൊ ഓക്കെ. ഫംഗസ് കയറിപ്പോയി അതിന്റെ ഉള്ളില്. പണ്ടുള്ളവരൊക്കെ ചെവി ക്ലീൻ ചെയ്യുന്നത് കാണാമല്ലേ? ഷാർപ്പ് ഒബ്ജക്റ്റ് ഒക്കെ വെച്ചിട്ടല്ലേ? അതെ മാം. ഡേഞ്ചറാണ്. നേരത്തെ ഒരു കുട്ടി മഞ്ജു അല്ലേ പറഞ്ഞത്, ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ജു. അപ്പൊ ഗ്രൂപ്പ് ഡീൽ ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ ഒന്ന് ആഡ് ചെയ്യണോട്ടെ കുട്ടീനെ, മഞ്ജു. എന്നെ ആഡ് ചെയ്യണം, ഞാനും ആഡ് അല്ല അതില്. ഓക്കെ, ഗ്രൂപ്പ് അഡ്മിൻ ശ്രദ്ധിക്കുക. ആരാണ് ഗ്രൂപ്പ് അഡ്മിൻ? മാം എന്നെ ആഡ് ചെയ്തിട്ടില്ല മാം ഇതുവരെ. ഓക്കെ, ഞാൻ മഞ്ജു ലക്ഷ്മി. എന്നെ ആഡ് ചെയ്തിട്ടില്ല മാം. നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്, അവരെങ്ങനെയാണ് പഠിക്കുന്നത്? ഓക്കെ, ആഡ് ചെയ്യാത്തവരൊന്ന് ആക്ഷനിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. വെരി ഗുഡ്, ആക്ഷൻസിലൂടെ അല്ലേ? ഈ ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില ന്യൂസ് ചാനലിലൊക്കെ അവർക്ക് വേണ്ടി കണ്ട ഒരു ആക്ഷൻ അതെ, അവർക്ക് വേണ്ടി. അതെ, ഉണ്ടാകാറുണ്ട്. മാം ചിലവരെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, അവർക്ക് കേൾക്കില്ല എന്ന് മനസ്സിലാവില്ല. കാരണം അവര് നമ്മുടെ ലിപ് മൂവ്മെന്റ് വെച്ചിട്ട് അവര് കറക്റ്റ് എല്ലാം എടുത്ത് നമുക്ക് റിപ്ലൈ തരും. അവര് സംസാരിക്കും. അവർക്ക് സംസാരിക്കാൻ കുഴപ്പമില്ല, പക്ഷെ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവര് ബാക്കിൽ നിന്ന് പറഞ്ഞ അവർക്കറിയാം, പക്ഷെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവര് സംസാരിക്കും കറക്റ്റ് ആയിട്ട്. നമ്മുടെ ലിപ് മൂവ്മെന്റ് വെച്ച് അവര് കറക്റ്റ് കണ്ടുപിടിക്കും. ഞാൻ അങ്ങനെ ഒരു കുട്ടീനെ കണ്ടിട്ടുണ്ട്. അവളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ പറഞ്ഞത് ക്ലീൻ ചെയ്തതിന് ശേഷം അവർക്ക് ഇങ്ങനെ പ്രശ്നം വന്നത്. ചെവി പറ്റെ കേൾക്കാണ്ടായി. പിന്നെ അവര് ലിപ് മൂവ്മെന്റ് വെച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഒരു ബട്ടൺ ഹൗസിൽ നിൽക്കായിരുന്നു. നല്ല പഠിക്കണ ഒരു കുട്ടിയായിരുന്നു. അതെ, കണ്ടിന്യൂ ആശി. ഹലോ, പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. ഞാന് ഒരു കുട്ടീനെ അറിയാം. എനിക്ക് ഇതുപോലെ ലിപ് മൂവ്മെന്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നി. അപ്പൊ ഞാൻ ആ കുട്ടീനെ കുറിച്ച് അന്വേഷിച്ച്, അപ്പൊ അവരിങ്ങനെ ഉണ്ടായിരുന്നു, ചെവി ക്ലീൻ ചെയ്തതിന് ശേഷം ചെവിയുടെ ഇത് പോയി. പിന്നെ ലിപ് മൂവ്മെന്റ് വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. നന്നായിട്ട് പഠിക്കും. ഇപ്പൊ അവള് ഏതോ ബാങ്കില് ജോലി ചെയ്യാണ്. ആദ്യം ബട്ടൺ ഹൗസില് സാധനങ്ങളൊക്കെ എടുത്തു തരുന്ന ഒക്കെ ചെയ്യായിരുന്നു.
പിന്നെ ഇയറിങ്സ് അങ്ങനെ വെച്ച് കഴിഞ്ഞാല് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അതിന്റെ ആ സ്റ്റേജ് കഴിഞ്ഞു എന്നാ പറഞ്ഞു കേട്ട്. ഇത് സംഭവം ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം അത്ര ഇങ്ങനെ പ്രശ്നം വന്നത്. ക്ലീൻ അപ്പൊ ചെയ്തതിന് ശേഷമാണ്. ഞാനിപ്പോ മോൾഡ് ക്ലീൻ ചെയ്തത് കൊണ്ടാണോ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നേന്ന് ഇങ്ങനെ ആലോചിച്ച് ടെൻഷനായിട്ട് ഇരിക്കുവായിരുന്നു. അതെങ്ങനെ ആ കുട്ടി അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞപ്പോ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോ എന്താന്നറിയില്ല. കാണിക്കണം. ചെറിയ കുട്ടിയില്ല, അവള് ഇതേപോലെ പഠിക്കാൻ നല്ല മിടുക്കിയാണ്. ടീച്ചർ എപ്പോഴും ഇങ്ങനെ പറയും നന്നായിട്ട് പഠിക്കും, വേഗം ഇതേപോലെ ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ അത് വേഗം കേറ്റിയെടുക്കും. ഇവിടെ വന്നിട്ട് അങ്ങനെ പ്രോപ്പറായിട്ട് എപ്പോഴും ഇരുന്ന് പഠിക്കുക അങ്ങനെ ഒന്നും ചെയ്യൂല. സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന കുറെ കുട്ടികളുണ്ട് അല്ലേ, അവർ അവിടെ തന്നെ വെച്ച് എല്ലാം ഗ്രാസ്പ് ചെയ്തോളും. ഒക്കെ അങ്ങനെ തന്നെ, ഇവിടുന്ന് ഒന്നും ചെയ്യില്ല. അപ്പൊ എക്സാമിനൊക്കെ ഫുൾ മാർക്ക് ഉണ്ടാവും. അപ്പൊ ടീച്ചർ തന്നെ പറയും അവൾക്കൊന്ന് ഒരു വട്ടം പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറയും. അപ്പൊ എന്തോ ഒക്കെ ശരിയാവട്ടെ. പഠിക്കണ കാര്യം ആലോചിക്കുമ്പോ ഭയങ്കര ടെൻഷനായി ഇങ്ങനെയുള്ള. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? എല്ലാവരോടായിട്ടാണ്. ഇപ്പൊ നമുക്ക് ഈ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അയച്ചു തരുന്ന വാട്സപ്പ് ഗ്രൂപ്പ് അല്ലാതെ വേറെ ഗ്രൂപ്പ് ഉണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? അതിൽ ആഡ് ചെയ്യുന്ന കാര്യമാണോ എല്ലാവരും പറയണേ? ഒന്ന് റിപ്ലൈ കൊടുക്കാവോ? എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല ഗ്രൂപ്പിന്റെ. ഗ്രൂപ്പ് ഉണ്ടോ നിങ്ങൾ? ഓക്കെ ഓക്കെ, അപ്പൊ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനോ പറയുന്നുണ്ടല്ലേ? ആരോടാ പറയണ്ടേ? അഡ്മിൻ ആരാന്നൊന്നും അറിയില്ല. അഡ്മിൻ ആരാണെന്ന് അറിയില്ല. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട്. വിഷ്ണുപ്രിയ. എന്തോ പേരെന്താ ആളുടെ? വിഷ്ണുപ്രിയ. അഡ്മിന്റെ പേരെന്താ? വിഷ്ണുപ്രിയ. ഓക്കെ ഓക്കെ, വിഷ്ണുപ്രിയ ഉണ്ടോ ഇതിന്റെ ക്ലാസ്സിൽ? വിഷ്ണുപ്രിയ മേഡം എന്നെയും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞേക്കണേ അവരുടെ ഗ്രൂപ്പില്. ആണല്ലോ വിഷ്ണുപ്രിയ. ലിങ്ക് ഷെയർ ചെയ്തിട്ട് അതില് ജോയിൻ ചെയ്താൽ മതി. കമന്റിൽ ലിങ്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അഡ്മിൻ ഒന്ന് ഡീൽ ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ആക്ഷൻ, ലിപ് റീഡിംഗ്. ആക്ഷൻസിലൂടെ അല്ലേ? നോർമലി 3 ഫേസിലൂടെയാണ് പഠിക്കുന്നത്. ത്രൂ ആക്ഷൻസിലൂടെ പഠിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ്? ലിപ് റീഡിംഗ് അല്ലെ? ലിപ്പ് റീഡ് ചെയ്യണം അവർക്ക് അല്ലെ? പിന്നെ ബോത്ത് കോമ്പിനേഷൻസ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡും കൂടി ഉണ്ട്. ഈ 3 രീതിയിലാണ് ഇത്തരത്തിലുള്ള കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ കുട്ടികളെ നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസിലൂടെ പഠിപ്പിക്കാൻ കഴിയും? ആക്ഷൻ സോങ് ആയിട്ട് പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് പിക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടല്ലേ? അവർക്ക് ആർട്ട് ചെയ്യാം, ക്രാഫ്റ്റ് ചെയ്യാം അല്ലേ? അവര് മെയിൻലി പഠിക്കുന്നത് എങ്ങനെയാണ്? ലിപ് റീഡിങ്ങിലൂടെയും ആക്ഷൻസിലൂടെയുമാണ്. ഓക്കെ ഓക്കെ അല്ലേ? എന്തോ രമ്യ? ഓക്കെ മാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആണ് ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. ഓക്കെ, എന്തൊക്കെ കാരണത്താൽ ഫിസിക്കൽ ഡിസബിലിറ്റീസ് സംഭവിക്കാം? എന്തൊക്കെയാണ് റീസൺ ഫിസിക്കൽ ഡിസബിലിറ്റീസ് സംഭവിക്കാം? ആക്സിഡന്റിലൂടെ സംഭവിക്കാം, ജന്മന സംഭവിക്കുന്നു. ബസ്സിലൂടെ സംഭവിക്കാം. പിന്നെ കുട്ടിക്കാലത്ത് വരുന്ന വാക്സിൻ അസുഖങ്ങൾ ഇതുണ്ടല്ലോ, നമ്മുടെ പോളിയോ അങ്ങനെയുള്ള അസുഖങ്ങളിലൂടെ ജനറ്റിക് ആയിട്ടും ചിലർക്ക് ഉണ്ടാവും. പിന്നെ പോളിയോ വന്നു കഴിഞ്ഞാല് ന്യൂട്രീഷണൽ കുറവ് മൂലം ഉണ്ടാവാം അല്ലെ? വെരി ഗുഡ്. പിന്നെ ആക്സിഡന്റിലൂടെ സംഭവിക്കാം അല്ലെ? ഇത്തരം കാര്യങ്ങൾ
പലതരം ഫിസിക്കൽ ഡിസബിലിറ്റീസ് സംഭവിക്കാം. അത് അവരുടെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ബോഡീനെ ആയിരിക്കും അഫക്ട് ചെയ്യുന്നത് അല്ലെ. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കുമോ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ടാവുന്നത്? അല്ലല്ല. Okay, before that, ആരായിരുന്നു ആക്ഷൻ സോങ്? സോറി, ഐ ഫോർഗോട്ട് ഇറ്റ്. ഓക്കെ, ആരായിരുന്നു ആക്ഷൻ സോങ്? ഞാൻ പേര് മറന്നുപോയി. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന്. ഞാൻ റെഡിയാണ്. എന്റെ പേര് സിയ. സിയ. ഓക്കെ സിയ, വെരി ഗുഡ്. സ്റ്റാർട്ട്. ഒരു മിനിറ്റ്. ഓക്കെ, വേറെ ഒരാളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പേര് ഞാൻ ഓർക്കുന്നില്ല, വിട്ടുപോയി പേര്. Chubby chick, dimple chin, rosy lips, teeth within, curly hair, very fair, eyes are blue, teacher's pet, is that you? Okay Siya, very good Siya. Okay. നെല്ലിപ്പടി വേറെ ആരെങ്കിലും ഉണ്ടോ? Yeah, very good. Then next ആരാ? എല്ലാവരും ആക്ഷൻ സോങ് കഴിഞ്ഞതായിരുന്നു എല്ലാവരുടെയും. ഇല്ല മാം. ആർ യു റെഡി? ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞതാണ്. ആണോ? ഓക്കെ. നെക്സ്റ്റ് ആരാണ്? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണം, ആക്ഷൻ സോങ് കഴിഞ്ഞതിന് ശേഷം. അഞ്ജു, ആർ യു റെഡി അഞ്ജു? എന്തോ? ക്ലിയർ ആയില്ലായിരുന്നു. ഒരാൾ മാത്രമേ ആക്ഷൻ സോങ് ചെയ്തിട്ടുള്ളൂ. ഞാനും പ്രിപ്പയർ അല്ല. അടുത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ട് വരണമെന്ന്. മറന്നുപോയോ? ഓഡിയോ മാത്രം മതിയോ? ഓക്കെ, നിങ്ങൾ അവിടെ നിന്ന് ആക്ഷൻസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഒരു ഗുഡ് ടീച്ചേഴ്സിന്റെ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞ ഒരു ഗുഡ് ടീച്ചർ എങ്ങനെ ആയിരിക്കണം, എസ്പെഷ്യലി മോണ്ടിസോറി ടീച്ചർ എങ്ങനെ ആയിരിക്കണം? എനിക്ക് പറയൂ, എന്തൊക്കെയാണ് ക്വാളിറ്റീസ് വേണ്ടത്? എന്തോ? ക്ലിയർ ആവുന്നില്ല ശ്രുതി. cheerful ആയിരിക്കണം. Okay, please mute. I will call your names. സിറ്റി പറയൂ. cheerful ആയിരിക്കണം, presentable ആയിരിക്കണം. അതെ. Then ശ്രുതി. ഇത് ആക്ഷൻ അങ്ങനെ കാണിക്കാൻ ഒരുപാട് ഒന്നുമില്ല. അതൊരു മറ്റേ മോർണിംഗ് ആഫ്റ്റർനൂൺ ഒക്കെ പറയുന്ന, അത് പറയാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോങ് ആണ്. ഇപ്പൊ പ്രത്യേകിച്ച് നല്ല രീതിയിൽ നോക്കാം. ഞാൻ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ നിന്ന് നമ്മുടെ നാഷണൽ ആന്തം പാടുന്നത് പോലെയൊക്കെ നിന്ന് പാടിയാൽ കുട്ടികള് അവിടെ കാമാൻ ക്വയറ്റ് ആയിട്ട് ഇരിക്കുവോ? കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം ടീച്ചർക്ക് അല്ലേ? നിങ്ങളെല്ലാവർക്കും ആ കഴിവുണ്ട്. അപ്പൊ 5 സ്റ്റാർട്ട് ചെയ്തോളൂ. Little boy, what do you say in morning? Good morning. I will say you more. Little boy, what do you say in afternoon? Good afternoon. I will say you more. Little boy, what do you say in evening? Good evening. I will say you more. Little girl, what do you say in night? Good night. I will good sleep.
ഓക്കെ ഓക്കെ അഞ്ജു. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാരും പ്രിപ്പയർ ചെയ്തിട്ട് വന്നോട്ടോ. ഈ ആക്ഷൻ സോങ് എഴുതാൻ ടീച്ചർ അറിയാം. നമുക്ക് ഇഷ്ടമുള്ള പാട്ടിലെ ആക്ഷൻ സോങ് ചെയ്യാവോ ടീച്ചർ? എന്തോ നമുക്ക് ഇഷ്ടമുള്ള പാട്ടിലെ ആക്ഷൻ സോങ് ചെയ്യാവോ? നോ പ്രോബ്ലം. മലയാളത്തിൽ ചെയ്യാവോ? ഓക്കെ ടീച്ചർ. അനങ്ങാതിരിക്കണം. ഓക്കെ, അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കണം അവിടെ. അല്ലെങ്കിൽ കുട്ടികൾ വിചാരിക്കാൻ പാടുണ്ട് മാം മലയാളത്തിൽ ചെയ്യാൻ വിചാരിക്കാൻ പറ്റും. പാടുണ്ട് കുട്ടികൾ. മാം മലയാളത്തിൽ ചെയ്യാൻ പറ്റുമോ അതോ ഇംഗ്ലീഷ് തന്നെ വേണോ? ഇംഗ്ലീഷിലായിക്കോട്ടെ. ഓക്കെ ഓക്കെ. എന്ത് ചെയ്യാ? എനി ഡൗട്ട്? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ളവരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വന്നോട്ടോ. അപ്പൊ ഞാൻ പേര് വിളിക്കാം. ഓക്കെ, ഇനി ആരൊക്കെ ഉണ്ട്? പേരെന്താ? മെറി. ഞാനുണ്ട്. ഷൈജ. പേര് പറയൂ. ഷൈജു. ഞാനുണ്ട്. സോറി, സുഹാന. ഐശ്വര്യ. അനശ്വര. അനശ്വര. മിസ്സേ. ഓക്കെ ഓക്കെ. മാം റിയ. ഹസീന. പാട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സില് മെറിൻ, ഷൈജ, അനശ്വര, ലിനു, കവിത. ഓക്കെ ഓക്കെ ടീച്ചർ. ടീച്ചറിന്റെ നെക്സ്റ്റ് ക്ലാസ് എന്നാണ് ടീച്ചർ? അടുത്ത ക്ലാസ് എന്താണ്? ക്ലാസ് Dincy, then Tulsi. Please mute. Okay. മാം പ്രിൻസി ആണോ പ്രിൻസി ആണോ? Dincy. Are you Dincy? ബിൻസിയുടെ ആക്ഷൻ സോങ് കഴിഞ്ഞതായിരുന്നോ? ഓക്കെ, നെക്സ്റ്റ് ഫ്രൈഡേ ആണോ? എന്റെ ക്ലാസ് നെക്സ്റ്റ് ഫ്രൈഡേ ആണോ? ഫ്രൈഡേ. ഓക്കെ ഓക്കെ, ഫ്രൈഡേ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ ഓക്കെ. മാം വീഡിയോ ഓൺ ആക്കാതെ പാടിയാ മതിയോ? വീഡിയോ ഓൺ ആക്കൂ. എന്താ വീഡിയോ ഓൺ ആക്കാതെ? എന്താ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ? ഇതാണോ? അതാണോ കാരണം? ക്ലിയർ ആയില്ല. ക്യാമറ പോയതാ മാം, അതുകൊണ്ടാ. പഴയ ഫോണായിരുന്നേ. നോ പ്രോബ്ലം, കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് ആക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ ഒരു ക്ലാസ്സിന് മുന്നിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന രീതിയിൽ വേണം ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും കുറെ കുട്ടികളുണ്ട് നിങ്ങളുടെ മുന്നിൽ. അവർ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആദ്യം ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോ ആക്ടിവിറ്റീസും ചെയ്യാൻ. ഏത് റൈംസ് ആയാലും കുഴപ്പമില്ലല്ലോ മാം? നോ പ്രോബ്ലം. ഇത് റൈംസ് ആയാലും കുഴപ്പമില്ല. ഇപ്പം ഈവൻ നിങ്ങൾക്ക് എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങളുടെ ഓൺ റൈംസ് ആയാലും ഇറ്റ്സ് ബെറ്റർ. ഓക്കെ ഓക്കെ മാം. നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാരണത്താലാണ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് സംഭവിക്കുന്നത്? ബൈ ബർത്തിലൂടെ സംഭവിക്കാം, അല്ലെങ്കിൽ എന്താണ്? By accident, malnutrition, പോഷകാഹാരക്കുറവ് സംഭവിക്കാം. ഓക്കെ, വൈറ്റമിന്റെ കുറവ് കൊണ്ടും ഉണ്ടാകാം. അതെ. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്?
ഇത്തരത്തിലുള്ള കുട്ടികൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അല്ലേ? എല്ലാ കുട്ടികളെയും നോർമൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ അതേ പ്രോസസ്സിൽ തന്നെയാണോ ഇത്തരത്തിലുള്ള കുട്ടികളെയും ട്രീറ്റ് ചെയ്യേണ്ടത്? അല്ല, കൂടുതൽ കെയറിങ് അവർക്ക് കൊടുക്കണം. അതെ. Okay, then they have to be treated as differently abled. Okay, then അവർക്ക് അതിന് വേണ്ട മെഡിസിൻ കൊടുക്കണം. പിന്നെ നല്ല വിറ്റാമിന്റെ ഫുഡുകൾ കഴിക്കാൻ കൊടുക്കണം. നമ്മളെ വീട്ടിലുണ്ടാക്കിയത് കൊടുക്കുക കൂടുതലായിട്ട്. ഫിസിയോതെറാപ്പി ചെയ്യാലോ. എല്ലാവർക്കും അല്ലേ? പലതരം എന്തായിരുന്നു ആശി? ധൈര്യം കൊടുക്കുക കുറച്ച്. അതെ, എല്ലാ കാര്യത്തിലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. സൊസൈറ്റിയിൽ നിന്നായാലും ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നായാലും ഫാമിലിയിൽ നിന്നായാലും അവർക്ക് സപ്പോർട്ട് കൊടുക്കുക അല്ലേ? അവരെ ഒറ്റപ്പെടുത്താതെ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ നിർത്തുക. അതെ, മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ. അതെ, അവരെ ഒന്നിനും മാറ്റി നിർത്തരുത്. അവർക്ക് അങ്ങനെ ഒരു കുറവുണ്ടെന്ന് തന്നെ അവർക്ക് തോന്നാൻ പാടില്ല. ഞാനിപ്പം പറയുന്നത് എൻ്റെ മോനിപ്പം അവന് 8 വയസ്സായി. അവൻ സെറിബ്രൽ പാൾസിയാണ് അവന് ഒരു വശം, അതായത് ഇടതുവശം മൊത്തത്തിൽ അവന് അങ്ങനെ ചലനശേഷി ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സർജറി അവര് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരുന്നു. അത് ചെയ്താലും വലിയ ഇതൊന്നും കാണില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്തു. ഞങ്ങൾ 3 വയസ്സിലാണ് അവന് സർജറി ചെയ്തത്. ഇപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം കുറേയൊക്കെ നല്ല മാറ്റം, ഇപ്പൊ ഒരു 70% തന്നെ നല്ല മാറ്റം അവനിപ്പം വന്നു. പക്ഷെ പുള്ളി മറ്റു കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. പഠിക്കാനും പാട്ട് പാടാനും എല്ലാത്തിനും സ്പോർട്സിലാണെങ്കിലും ഒക്കെ നല്ല ആക്റ്റീവാണ് പുള്ളി. അപ്പം അതിന് കൂടുതലായിട്ട് താങ്ക്സ് പറയേണ്ടത് നമ്മുടെ BRC പോലുള്ള ടീച്ചർ, അതിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരാണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. അവരാണ് ശരിക്കും ഞങ്ങളെക്കാൾ കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇപ്പം നല്ല ആക്റ്റീവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. മോന്റെ പേര് രോഹിത് എന്നാണ്. ഇങ്ങനത്തെ കുട്ടികളുടെ പാരന്റ്സിനും കുട്ടികൾക്കും നമ്മൾ മെന്റലി നല്ലോണം സപ്പോർട്ട് കൊടുക്കണം. അതെ അതെ, വെരി ഗുഡ്. അവർക്ക് അങ്ങനെ ഒരു കുറവുണ്ടെന്ന് അറിയിക്കാതെ വേണം നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് ആണെങ്കിലും കൊടുക്കാനായിട്ട്. അതെ, അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും ട്രീറ്റ്മെന്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അല്ലേ? അവരെപ്പോഴും സന്തോഷിപ്പിക്കുക അല്ലേ? അവരുടെ കൂടെ ഇപ്പം അവനിപ്പം ഡ്രസ്സൊക്കെ ഇടാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. 2 കൈ കൊണ്ടും ഒക്കെ ചെയ്യാനായിട്ട് കുറെ ബുദ്ധിമുട്ടാണ്. ആദ്യമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ ഞാൻ പറയും മോനെ കൊണ്ട് പറ്റും, മോനൊന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറയും തോറും അവൻ ചെയ്ത് ഇപ്പം കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മെയിൻലി അവന് ടോയ്ലറ്റിൽ പോകുമ്പോഴൊക്കെ വാഷ് ചെയ്യാൻ ഇടതുവശമാണ്. അപ്പം വാഷ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു മോൻ വലുതായി വരുവാണ്, അമ്മയ്ക്ക് എപ്പോഴും ചെയ്തു തരാൻ പറ്റത്തില്ല, മോനൊന്ന് ശ്രമിച്ചു നോക്ക്. അങ്ങനെ പറഞ്ഞ് ഇപ്പം തന്നെയാണ് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മോനെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ എൻകറേജ് ചെയ്യുന്തോറും അവന് ചെയ്യാനുള്ള ഒരു ഇത് കൂടുതലാണ്. കുട്ടികളെ എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. കുട്ടികൾക്ക് പറ്റും അല്ലേ? ഇപ്പം അവന്റെ സ്കൂളിൽ ഇപ്പം അവന് മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന കാണുമ്പം ഓരോന്ന് എൻ്റെ അടുത്ത് വന്ന് പറയും. ഇപ്പൊ ഓരോ കുട്ടികൾ കാണുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്നോട് വന്ന് പറയാം, അമ്മ എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇപ്പം തന്നെ അവനിപ്പോ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്തു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട്
സൈക്കിൾ ചവിട്ടി ഓരോ കുട്ടികൾ ഇത് റോഡ് വഴി പോകുന്ന കാണുമ്പം അതിന് വേണോന്ന് പറഞ്ഞ് മേടിച്ചു കൊടുത്തു. ഇപ്പം തന്നെ ചവിട്ടി ഒരുവിധം നമ്മൾ ബാലൻസ് ചെയ്ത് എന്ന് വെച്ചാൽ ഇടതുവശം കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ബാലൻസിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പം നമ്മൾ പുറകെ പിടിച്ചു കൊടുത്ത് ഇപ്പം അത്യാവശ്യം ബാലൻസ് ചെയ്ത് ചവിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് അവരെ എൻകറേജ് ചെയ്ത് പറ്റുമെന്ന് പറഞ്ഞ് നമ്മൾ കൂടി എൻകറേജ് ചെയ്യുമ്പോൾ അവർക്ക് ഒന്നുകൂടി കോൺഫിഡൻ്റ് ആണ്. എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം അങ്ങനെ മറ്റുള്ള കുട്ടികൾ ഇപ്പം മോന് ഇങ്ങനെ ഒരു കുറവുണ്ട് അതുകൊണ്ട് അത് ചെയ്യണ്ട, മാറി നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവൻ ഓക്കെ അങ്ങനെ അതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ടു പോകും. പിന്നെ പലതും അവനെ കൊണ്ട് പറ്റുമെങ്കിൽ പോലും ചെയ്യാൻ പറ്റാതെ വരും. അപ്പം നമ്മളായിട്ട് അതിനൊരു മാറ്റം വരുത്തണ്ടല്ലോ എന്ന് കരുതി നമ്മൾ അവൻ മാക്സിമം ശ്രമിക്കും കേട്ടോ. അത് തന്നെ നമ്മുടെ ഒരു കാര്യം. നമ്മൾ പറ്റുമെന്ന് പറഞ്ഞ് ഒന്നിലേക്ക് അവനെ തള്ളി വിടുന്നില്ല. അവന് വേണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അവൻ ചെയ്യാറുള്ളൂ. അതെ. മാം ഇങ്ങനത്തെ കുട്ടികളെ നമ്മള് ഫിസിക്കലി അവർക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ മെന്റലി റിട്ടാർഡ് എന്നല്ല പറയാം, നമ്മൾ അവര് സ്പെഷ്യൽ കിഡ്സ് എന്ന് പറയാം. അതെ. പക്ഷെ അവർക്ക് അതിലും കൂടുതൽ വേറെ കഴിവുണ്ടാവും. പക്ഷേ ഉണ്ട്. അവന് പിന്നെ സ്കൂളിൽ ഫസ്റ്റ് ആണ്. പിന്നെ പാട്ട് പാടും, അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡാൻസ് ചെയ്യും, വരയ്ക്കും, പ്രസംഗം, GK അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പുള്ളി പങ്കെടുക്കും. പാർട്ടിസിപ്പേഷൻ ആണ് മെയിൻ. അതിൽ ഫസ്റ്റ് കിട്ടണമെന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ പോലും അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ട്. കാരണം 6 വയസ്സ് 7 വയസ്സായി ആ ഒരു പ്രായത്തിലുള്ള വെരി ഗുഡ് രോഹിത്. അപ്പൊ രോഹിത്തിന് വലിയൊരു ക്ലാപ്പ് കൊടുത്തേ. വെരി ഗുഡ് രോഹിത്. മാം ഇത് രോഹിത്തിന്റെ മാത്രമല്ല, രോഹിത്തിന്റെ അമ്മയുടെ കൂടെ സപ്പോർട്ട്. രോഹിതിന്റെ അമ്മയ്ക്കും അച്ഛനും. ഓക്കെ. അതെ, സ്പെഷ്യലി ഫോർ രോഹിത്. ശ്രുതി അല്ലേ? രോഹിത്തിന്റെ അമ്മയുടെ പേര് ശ്രുതി എന്നല്ലേ? അതെ, ശ്രുതി. അതെ ശ്രുതി. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ശ്രുതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. ഓക്കെ, അപ്പൊ പോയിന്റ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് മെന്റൽ റിട്ടാർഡ് ചിൽഡ്രൻ. ഓക്കെ, എന്താണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം അല്ലെ? എല്ലാവരെയും ഒരേപോലെ കാണുക അല്ലെ? ദെൻ പിന്നെന്തൊക്കെയാണ്? ചിലർക്ക് ലേണിംഗ് കേപ്പബിൾ ആയിരിക്കില്ല അല്ലെ? ചിലർക്ക് മെമ്മറി എങ്ങനെയായിരിക്കാം? പൂവർ ആയിരിക്കാം അല്ലെ? അവരുടെ ഫിസിക്കൽ ഗ്രോത്ത് ആവുന്നുണ്ടെങ്കിലും അവരുടെ മെന്റൽ എങ്ങനെയാണ്? ഐ മീൻ മെമ്മറി എങ്ങനെയാണ്? അവരുടെ മെന്റൽ ഗ്രോത്ത് എങ്ങനെയാണ്? വളരെ സ്ലോവിലാണ് സംഭവിക്കുന്നത് അല്ലെ? വളർച്ച കുറവായിരിക്കും. അതെ, അവരുടെ ഫിസിക്കൽ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും മെന്റൽ ഗ്രോത്ത് വളരെ സ്ലോലി ആണ് ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ക്ലിയർ ആയില്ല. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റ് ആയിരിക്കും. കാരണം സംസാരിക്കുന്നത്, കമന്ന് വീഴുന്നത്, നടക്കുന്നത് അതെല്ലാം കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതെ. അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലേ? അതെ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കുട്ടികളാണ് അല്ലേ?
അതെ അതെ. അപ്പൊ അവർക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും? ചില കുട്ടികൾക്ക് ഡാൻസിങ് ആയിരിക്കും ഇഷ്ടം, അല്ലേ? ചിലർക്ക് സിംഗിങ് ആയിരിക്കാം, ചിലർക്ക് ഡ്രോയിങ് പിന്നെ ആയിരിക്കും. റീഡിങ്. ചിലർക്ക് റീഡിങ് ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവാം. ചിലർക്ക് ഡ്രോയിങ്. റീഡിങ് ആയിരിക്കും. ഡ്രോയിങ്, റീഡിങ്. ഓക്കെ. ക്രാഫ്റ്റ്സ് ഇഷ്ടണ്ടാവും. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആക്ടിവിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ക്യൂബ് സ്പോർട്സ് സോൾവേഴ്സ് ആക്ടിവിറ്റീസ്, ഗെയിംസ്. എന്തോ ശ്രുതി? സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളോട് കുറച്ച് താല്പര്യമായിരിക്കും. ഓക്കെ ഓക്കെ. ഏതൊക്കെ സ്പോർട്സാ ഇഷ്ടം? അവന് ഫുട്ബോള്, റണ്ണിങ്, ഫുട്ബോള്, റണ്ണിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. ക്ലേ മേക്കിംഗ്, പസിൽ സോൾവിങ്. അതെ, ഈ റുബിക്സ് ക്യൂബ് ഒക്കെ സോൾവ് ചെയ്യാനൊക്കെ ശ്രമിക്കും. പഴയ പാർട്സ് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കും. ഈ ചെറിയ വേണ്ടാത്ത വയറൊക്കെ വെച്ചിങ്ങാണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക. അടുത്ത വീട്ടിലത്തെ കുട്ടി ഫാനൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഓരോ ഈർക്കിളൊക്കെ വെച്ചിട്ട് പുറത്തൊക്കെ വെച്ചിങ്ങാണ്ട് കറണ്ടിലായി ബാറ്ററിക്ക് വെച്ചിങ്ങാണ്ട് ചെയ്യും. നമ്മള് വിചാരിച്ച് എങ്ങനെ ഇത് ചെയ്യണമെന്ന് വിചാരിക്കും. നമ്മൾ അന്തം വിട്ട് പോകും അവരോരോ സാധനങ്ങൾ ഉണ്ടാക്കിയത് കണ്ടാല്. അങ്ങനത്തെ കഴിവൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. വേറെ കഴിവില്ലേലും ഇങ്ങനത്തെ കഴിവുകളൊക്കെ ഉണ്ടാവും. നമ്മൾ സപ്പോർട്ടീവ് നല്ല ആക്റ്റീവ് ഒക്കെ. അവർക്ക് ഒത്തിരി കഴിവുണ്ട്, നമ്മുടെ കിഡ്സ് അറിയാത്തോണ്ടാണ്. നമ്മളെക്കാളും കൂടുതൽ കഴിവ് അവർക്കുണ്ട്. അതൊക്കെ അതുണ്ട്, 100% ഉണ്ട്. നമ്മള് എൻകറേജ് ചെയ്യുന്നതിലൂടെ അവർക്ക് അവരുടെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ നമുക്ക് പുറത്തു എൻകറേജ് ചെയ്യണം. അതെ, നമ്മളാണ് കണ്ടെത്തേണ്ടത്, അല്ലേ? നമ്മൾ വേണം സപ്പോർട്ട് കൊടുക്കാൻ. പിന്നെ അവർക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളിലും ഡൗട്ട്സ് ആണ്. ഓക്കെ. നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കാം ആസ് എ പാരന്റ്, അല്ലേ? അതെ, എല്ലാ കാര്യങ്ങളിലും ഡൗട്ട്സ് ആണ്. അതെന്താ അങ്ങനെ, നമ്മൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അടുത്ത ഡൗട്ട്, അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നൊക്കെ ഉള്ള ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ വരും. അപ്രിഷ്യേറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്ക് അത്രയും വലിയ കാര്യം. അപ്രിഷ്യേറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിലേ അവരുടെ കുഞ്ഞു മനസ്സിൽ അതൊരു വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യും. അത് സന്തോഷാണല്ലേ? അവർക്കൊരു സന്തോഷം, അവരുടെ ആ സന്തോഷം കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം. അതെ. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അവരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആണോ? എന്തായിരുന്നു പറഞ്ഞത്? ക്ലിയർ ആയില്ലായിരുന്നു, സോറി മിസ്. അതായത് നമ്മള് ഈ ചിൽഡ്രൻസിന്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ അവര് ആഗ്രഹിക്കുന്നുണ്ട് ആരെങ്കിലും അവരെ അപ്രിസിയേഷൻ ചെയ്യാനായിട്ട്. നമ്മൾ എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്യും അപ്രിസിയേഷൻ ചെയ്യുന്നു അത്രത്തോളം അവരുടെ ഉറങ്ങിക്കിടക്കുന്ന കോൺഫിഡൻസ് കൂടും, അല്ലേ? ബ്രേക്ക് ആവുന്നുണ്ട്, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, അവരൊറ്റപ്പെടുത്തരുത്, അങ്ങനത്തെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാകരുത്. ഓക്കെ, ഓക്കെ. പിന്നെ മാം അവരെ നമ്മള് ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ അവരെയും കൂടി കൊണ്ടുപോകുക. പിന്നെ അറിവിലുണ്ട് പാരന്റ്സ് പുറത്തേക്ക് ഇറക്കാൻ മടിച്ചിട്ട് കുട്ടികളെ ഫംഗ്ഷൻ അങ്ങനെ പാർക്കിലോ കാര്യങ്ങളിലോ ഒന്നും കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ തളച്ചിടുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. നമ്മളിൽ ഒരാളായിട്ട് അവരെയും കൊണ്ടുപോകണം. അവരെ കൊണ്ടുപോകുമ്പോ അവർക്ക് നല്ല സന്തോഷമായിരിക്കും. അവർ മനസ്സിനെ വെറുതെ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ചിരിച്ചുകൊണ്ടിരിക്കും. അടുത്ത വീട്ടിൽ കുട്ടി എടുത്തിട്ടാണ് കൊണ്ടുപോകുക. പക്ഷെ
അവനെ എല്ലാവരും കാണുമ്പോ ഭയങ്കര സന്തോഷാണ് അവനക്ക്. കസാരയിൽ കൊണ്ടുപോയി ഇരുത്ത്, കല്യാണത്തിനൊക്കെ പോകുമ്പോ മുന്നിൽ ഇങ്ങനെ കൊണ്ടുപോയി ഇരുത്തും. അപ്പൊ എന്തൊരു ഭയങ്കര സന്തോഷം, എല്ലാരും അവന്റെ അടുത്ത് ചെല്ലും. പക്ഷെ അധികം ആൾക്കാരും അവനെ കൊണ്ടുപോവില്ല, എല്ലാവർക്കും ഒരു മടിയല്ലേ, ഇവനെയും കൊണ്ട് പോണ്ടേ വിചാരിച്ചിട്ട് കൊണ്ടുപോകില്ല. അങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ ഭയങ്കര സന്തോഷാണ്, അന്ന് ഭയങ്കര ഹാപ്പിയാണ് അവനക്ക് കൊണ്ടുപോകുമ്പോ. ഇങ്ങനെയുള്ള കുട്ടികളെ ഒരു ബസ് സപ്പോർട്ട് ചെയ്യാൻ അവരുടെ കൂടെയുള്ള നോർമൽ ആയിട്ടുള്ള മറ്റു കുട്ടികളെ ചെറുപ്പം തൊട്ടേ, വളരെ ചെറിയ ക്ലാസ്സിലെ തൊട്ടേ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളിങ്ങനെ ശീലിപ്പിച്ച് കൊണ്ടുവരണം. അങ്ങനെ ഒരു ഒരു സപ്പോർട്ട് ബർത്ത്ഡേ ഒക്കെ അവരുടെ നന്നായിട്ട് ആഘോഷിക്കണം, അവന് എല്ലാരെയൊക്കെ വിളിച്ചേ. അതെ അതെ. മറ്റു കുട്ടികളെ പോലെ അവർക്കും ഈക്വൽ സപ്പോർട്ട് കൊടുക്കുക അല്ലേ? കൺസിഡർ ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ, ഓക്കെ, മോണ്ടിസോറിയില് എങ്ങനെയാണ് ഓരോ കുട്ടികൾക്കും സ്പെഷ്യൽ അറ്റൻഷൻ ആണ് ലഭിക്കുന്നത്. ഓക്കെ, ഒരു സാധാരണ ട്രഡീഷണൽ സ്കൂളിംഗ് മെത്തേഡ് ആണോ, ടീച്ചിങ് മെത്തേഡ് ആണോ മോണ്ടിസോറിയിൽ സംഭവിക്കുന്നത്? മോണ്ടിസോറിയിൽ എങ്ങനെയാണ്? ഹൗ ഡിഫറെന്റ് ഫ്രം ട്രഡീഷണൽ മെത്തേഡിൽ എങ്ങനെയാണ് മോണ്ടിസോറി ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്? കളികളിലൂടെ പഠിക്കാനവർക്ക് തോന്നിപ്പിക്കാതെ കളികളിലൂടെ അവർക്ക് എന്റർടൈൻ ഓരോ ചെയ്തുകൊണ്ട് കുട്ടിക്കും എങ്ങനെയാണ് സ്പെഷ്യൽ അറ്റൻഷൻ ലഭിക്കുന്നുണ്ട് അല്ലേ? ട്രഡീഷണൽ അങ്ങനെയാണോ? നമ്മളൊക്കെ പഠിച്ചു വന്നത് അങ്ങനെയാണോ? അങ്ങനെയല്ല. തിയററ്റിക്കലായിട്ട് പഠിക്കണം. പിന്നെ മോണ്ടിസോറി കൂടുതലും അതിന്റെ മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ് യൂസ് ആക്ടിവിറ്റീസിലൂടെ. അതെ, ആക്ടിവിറ്റീസിലൂടെയാണ് പഠിക്കുന്നത്. ഓരോരുത്തർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സെയിം സിലബസ് ആണോ അല്ലെങ്കിൽ സെയിം കരിക്കുലം ആണോ? അല്ല, ഡിഫറെന്റ്. കഴിവിന് തെരഞ്ഞെടുക്കുന്നുണ്ട് കുട്ടികള് മോണ്ടിസോറിയില്. കുട്ടികളെ ഓരോ കുട്ടികൾക്കും അതിന്റേതായ കഴിവുകൾ തെരഞ്ഞെടുത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെയുണ്ട്. ഇവിടെ വീട്ടില് 2 കുട്ടികൾ മോണ്ടിസോറി പഠിക്കുന്നുണ്ട്. അവര് ഒരാള് ചക്രസുസുമ 1 വർഷം കഴിഞ്ഞിട്ട് മോഡൽ നടത്തിയിരുന്നു. അപ്പൊ അവനക്ക് അതിന് നല്ല കഴിവുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് അവനെ കണ്ടുപിടിച്ച് അവന് പ്രാക്ടീസ് കൊടുത്ത് നല്ല ഉഷാറായി അവന് പോകും. അടുത്ത കുട്ടിനെ അവിടെ ചേർത്തിക്കണു. നല്ല എല്ലാ LKG കുട്ടികൾ പറയുന്നില്ലേറെ ഉഷാറായിട്ട് അവന് എല്ലാതും പറയും. ഓരോ നമ്മളെന്ത് ചോദിക്കുകയാണെങ്കിൽ ആൻസർ പറയും. നല്ല പറയാം. ഓക്കെ, എല്ലാതും നമ്മൾ ചോയ്സിന് മുന്നേ ഇന്നതാണെന്ന് ടീച്ചേഴ്സ് അത് പറഞ്ഞു, ഇത് പറഞ്ഞു. നല്ല ആക്റ്റീവാണ് ടീച്ചേഴ്സ്. ഓക്കെ, അവര് പറയുമ്പോ തന്നെ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ടാണ് അവര് പറയണേ. നമ്മള് വായക്ക് എന്താ പറയാ, കണ്ണിന് എന്ത് പറയാറുമ്പോ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് വേഗം വേഗം പറയാൻ ഫുള്ള് എല്ലാതും പാർട്സുകൾ അവര് പറയും. ഇങ്ങനെ കഴിയണമെന്ന് വിചാരിക്കും. ഞാൻ വിചാരിച്ചിരുന്നു LKG കുട്ടികൾ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അവനോട് ഒന്നും ചോദിച്ചാൽ മതി, അവൻ ഫുള്ള് പറഞ്ഞുതരും. നല്ല ആക്റ്റീവാണ്. അതിന് മോണ്ടിസോറി ബെസ്റ്റ് ആണ്. അതെ, ടീച്ചറെ ഇപ്പോ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പേജിന്റെ ഒന്ന് സ്ക്രോൾ ചെയ്യും മുകളിലേക്ക്. ഓക്കെ, റിജോ ലാസ്റ്റ് പേജ്. റിജോ, നിങ്ങളുടെ PDF ഇല്ലേ ഇതിന്റെ? നമ്മുടെ ഈ ക്ലാസ്, നമ്മുടെ ഈ ചാപ്റ്റർ. ഓക്കെ, വെൽഫെയർ സർവീസ് ഫോർ നോർമൽ ചിൽഡ്രൻ, അതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ക്ലാസ് ഈ യൂണിറ്റ് ഇതോടെ തീരുകയാണ്. ഓക്കെ, ഇതിന്റെ നോട്ട് എങ്ങനെയാ മാഡം കിട്ടുന്നത് എക്സാമിനൊക്കെ ആയിട്ട് പഠിക്കുന്നതിന്? നോട്ട്സ് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? മോണ്ടിസോറിയിൽ അങ്ങനെയാണ്. അതെ, PDF-ഉം ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യാം. സോറി,
ഇതില് അസൈൻമെന്റ് ഉണ്ടോ? അസൈൻമെന്റ് എഴുതാന്? ഓക്കെ, ഒക്കെ ഞാൻ അറിയിക്കാം കേട്ടോ. ആ ആ നമ്മുടെ ചാപ്റ്റർ ഏതാണ്? ചൈൽഡ് വെൽഫെയർ. ഓക്കെ, ചാപ്റ്റർ തീർന്നപ്പോഴാണോ ചാപ്റ്ററിന്റെ പേര് ചോദിക്കുന്നത്? ഓക്കെ, ചൈൽഡ് വെൽഫെയർ. നോട്ട്സ് ആയിട്ട് കിട്ടുമോ അമ്മ? എന്തോ നോട്ട്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് അങ്ങനെ കിട്ടും. ഒരു ചാപ്റ്റർ തീരുമ്പോ ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് നോട്ട്സ് ആയിട്ട് നമുക്ക് അങ്ങനെ കിട്ടുമോ? MCQ അല്ലേ പ്രൊവൈഡ് ചെയ്യാറ് സാധാരണ ഓരോ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആവുമ്പോ? അങ്ങനെയായിരുന്നില്ലേ? ആ എഴുതുന്നുണ്ട്, എക്സാം ഉണ്ടല്ലോ, അതന്നെയല്ലേ ഇമ്പോർട്ടന്റ് ആയത് ക്വസ്റ്റ്യൻ? മോക്ക് ടെസ്റ്റ് പോലെ. ആ ടെസ്റ്റ് എക്സാം ഇല്ലേ? ആ ഓക്കെ MCQ. ഓക്കെ ഓക്കെ. അപ്പൊ ക്ലിയർ അല്ലേ ഈ ചാപ്റ്റർ? അതെ മാം, ക്ലിയർ ആയി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സില് ആരൊക്കെയായിരുന്നു ആക്ഷൻ സോങ്? മെറിൻ, ഷൈജ, അനശ്വര, ലിനു, കവിത, ബിൻസി, then തസ്രീഫ, right? അതെ മാം. Don't forget, okay? ഓക്കെ ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you ma'am. താങ്ക് യു. Thank you ma'am. Thank you. താങ്ക് യു മാം.